സ്ട്രീറ്റ് ലൈറ്റ് ലേണിംഗ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. ഞാനവന് കൊടുക്കാനുള്ളതെല്ലാം ശരിക്കും കൊടുത്തിട്ടുണ്ട്, ഇനി അവൻ എൻ്റെ മുന്നിൽ തലപൊക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മുടെ മുൻപിൽ നാം കണ്ടിട്ടുണ്ടാവാം. ഇന്ന് നമ്മുടെ സമൂഹത്തില് നിയമലംഘകർ, സാമൂഹ്യ വിരുദ്ധർ, കുറ്റവാളികൾ എന്നിവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി നാം കണ്ടുവരുന്നു. ഇവർക്കൊക്കെ ഇതെന്താണ് സംഭവിച്ചത്? ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്? നമ്മുടെ സമൂഹത്തിന് ഇതെന്താണ് സംഭവിച്ചത്? ഇനി എന്തെങ്കിലും നമ്മുടെ സമൂഹം ഒന്ന് രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കാത്ത എത്ര പേരുണ്ടാവും നമുക്ക് ചുറ്റും. കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ കൊടുക്കുന്നത് എന്തിനും ഫലമുണ്ടാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ എന്താണ് നാം കൊടുക്കേണ്ടത്? ആർക്കാണ് നാം കൊടുക്കേണ്ടത്? എപ്പോഴാണ് നാം കൊടുക്കേണ്ടത്? എങ്ങനെയാണ് നാം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അക്ഷരങ്ങളും അക്കങ്ങളും വരിതെറ്റാതെ മനസ്സിൽ പതിപ്പിക്കുന്നത് പോലെ ഇളം പ്രായം മുതലേ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കോറിയിടണം സനാതന ധർമ്മങ്ങളുടെ, സനാതന മൂല്യങ്ങളുടെ ജീവന്റെ തുടിപ്പുകൾ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്ത ജീവന്റെ മൂല്യങ്ങളെ പറ്റിയാണ്. നാം കൊടുക്കുന്നത് എന്തും മൂല്യങ്ങളാവണം. നമ്മുടെ കഴിവുകളാവട്ടെ, ചിന്തകളാവട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, സമ്പത്താവട്ടെ, നമ്മുടെ ആരോഗ്യമാവട്ടെ, നമ്മുടെ ജീവിതമാവട്ടെ, ഒരു ചെറു പുഞ്ചിരിയാവട്ടെ, പങ്കുവെക്കുന്നത് എന്തും മൂല്യങ്ങൾ നിറഞ്ഞതാവണം. നല്ലത് മാത്രമേ സ്വീകരിക്കൂ എന്ന് വാശി പിടിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു സത്യം, നല്ലത് കൊടുക്കേണ്ട ഒരു ബാധ്യത എനിക്കുമുണ്ട് എന്നതാണ്. ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയിലും, കുട്ടികൾക്കായി ജീവിതം ഒഴിഞ്ഞു മാറ്റിവെച്ച അധ്യാപകനിലും ഒരു മൂല്യമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ AC റൂമിലിരിക്കുന്ന മുതലാളിയിലും, ആ സ്ഥാപനത്തിന് വേണ്ടി രാപകൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയിലും ഒരു മൂല്യമുണ്ട്. ഏതെങ്കിലും വീടുകളിലോ സ്ഥാപനങ്ങളിലോ ചോര വിയർക്കുവാൻ മടിയില്ലാത്ത വേലക്കാരനിലും വേലക്കാരിയിലും ഒരു മൂല്യമുണ്ട്. കൂടുമ്പോൾ കുടുംബത്തിൽ ഇമ്പമുണ്ടാകുന്നത് കുടുംബനാഥനിലും കുടുംബനാഥയിലും ഒരു മൂല്യമുള്ളത് കൊണ്ടാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയിലും രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരനിലും ഒരു മൂല്യമുണ്ട്. രാജ്യം കാക്കുന്ന പട്ടാളക്കാരന്റെ സിരകളിലൂടെ ഒഴുകുന്നത് ചുടുചോരയാണെന്ന് മാത്രം പറയാൻ വരട്ടെ, ഒരായുഷ്കാലം മുഴുവൻ അനുഭവിക്കുവാൻ കഴിയുമായിരുന്ന സന്തോഷങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയും ആത്മത്യാഗത്തിന്റെ ജീവിത മൂല്യങ്ങൾ കൂടിയാണ് അത് എന്ന് നാം മറന്നുപോയി. സാന്നിധ്യമായും സാമീപ്യമായും സ്വാന്തനമായും ആശ്വാസമായും അറിവായും ജ്ഞാനമായും സ്നേഹമായും ഒരു ചെറു കൈത്താങ്ങായും ഒരു ചെറു പുഞ്ചിരിയായും മറ്റുള്ളവരുടെ ജീവിതത്തില് മൂല്യങ്ങളായി മാറാൻ നമുക്ക് സാധിക്കും. ഉള്ളിൽ നിന്ന് കൊടുക്കുന്നത് എന്തും പൂർണ്ണമായ സമർപ്പണത്തോടു കൂടിയ മൂല്യങ്ങളാവട്ടെ. കൊടുക്കുമ്പോൾ ആനന്ദം ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് മൂല്യങ്ങളാണ്. കൊടുക്കുമ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മൂല്യങ്ങൾ. കുഞ്ഞു പ്രായം മുതലേ മാതാപിതാക്കളിലൂടെയും മുതിർന്നവരിലൂടെയും പകർന്നു കിട്ടിയതും ആർജിച്ചെടുത്തതുമായ ഒരു ചെറിയ നന്മ പോലും മൂല്യങ്ങളാണ്. ഹിമാലയ സാനുക്കളിലും മലനിരകളിലും ജീവിത നൈമിഷിക സുഖങ്ങളെ ബലികഴിച്ച് തപസ്സിരിക്കുന്ന സന്യാസിയിലും ജീവിത ഭാരങ്ങൾ ഹൃദയത്തിലേന്തി പരിശുദ്ധി നിറമാടുന്ന മോസ്കുകളിലും അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും പ്രാർത്ഥന നിമഗ്നരായിരിക്കുന്ന ഓരോ വിശ്വാസിയിലും നിറഞ്ഞു നിൽക്കുന്നത് മൂല്യങ്ങളാണ്. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും ജീവിത സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ജീവിതത്തെ ബലിയായി ഹോമിക്കുന്ന അനേകം പ്രവാസികളിലും സ്വദേശികളിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോലെ സ്വന്തം വേദനകളെ സ്വർഗമാക്കി തെരുവോരങ്ങളിലും അനാഥാലയങ്ങളിലും ആശ്രയം ഏകുന്നവരിലും ഒരു മൂല്യമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പായി മാറുന്നതിന് മുമ്പ് തന്നെ അച്ഛന്റെ ചങ്കിലും അമ്മയുടെ നെഞ്ചിലും രൂപപ്പെടുന്ന പുതിയൊരു ലോകത്തെ പറ്റിയുള്ള നന്മയുടെ ഇതളുകളാണ് മൂല്യങ്ങൾ. നിങ്ങളിലും എന്നിലും തുടിക്കുന്ന സാഹോദര്യത്തിന്റെ, കരുണയുടെ, ദയയുടെ, മറ്റുള്ളവന്റെ കണ്ണീരിനൊപ്പം ചേർത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മനസ്സിന്റെ നോവിന്റെ പേരും മൂല്യം എന്ന് തന്നെയാണ്. മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ
വിഷമിക്കേണ്ട, ഞാനുണ്ട് നിങ്ങളോടൊപ്പം, എൻ്റെ തോളും നിങ്ങൾക്കായി ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളും മൂല്യങ്ങളാൽ സമ്പന്നനാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും ഈരനണിയുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ആർദ്രതയുടെ ഒരു ചലനമെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൂല്യങ്ങളാൽ എത്രയോ വലിയവനാണ്. വരൂ, നമുക്ക് കൈകോർക്കാം നാളെയുടെ മൂല്യങ്ങൾക്കായി, നാളെയുടെ മൂല്യങ്ങളിലേക്ക്. കാരണം സ്വർഗം ഇവിടെയാണ്, നമുക്കിടയിൽ. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. താങ്ക് യു.